കോഴിക്കോട് തൊണ്ടയാട് ചിന്മയ വിദ്യാലയത്തിൽ ഗുരുപൂർണിമ ആഘോഷം നടക്കുകയാണ്. ജിതാത്മാനന്ദ സ്വാമി ഗുരുപൂർണിമ സന്ദേശം നൽകും. തത്സമയം ഇത് പറഞ്ഞിരുന്ന ഗുരുക്കന്മാര് വ്യക്തികളായിരിക്കാം, പക്ഷേ വ്യക്തിക്ക് ഉപരിയായിട്ട് നമ്മൾ അവരെ കാണണം. ഗുരു തത്വമാണ്. ആ ഗുരുതത്വം എന്ന് പറയുന്നത് അനാദിയായ ഗുരുപരമ്പരയുടെ പ്രതിനിധിയാണ്. നമുക്കിത് നല്ലൊരു ദൃഷ്ടാന്തം നമ്മുടെ ഉപനിഷത്ത് സാഹിത്യത്തിലുണ്ട്. പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത്. നമുക്ക് ആയിരക്കണക്കിന് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. അതിലും പലതും നഷ്ടപ്പെട്ടു. എന്നാലും 108 ഉപനിഷത്താണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. അതിൽ തന്നെ ഭഗവാൻ ശങ്കരാചാര്യ ഭാഷ്യം എഴുതിയ 10 ഉപനിഷത്തുകളുണ്ട്. അതിലൊന്നാണ് ഈ പ്രശ്നോപനിഷത്ത്. ഈ പ്രശ്നോപനിഷത്തില് 6 ശിഷ്യന്മാര് ശാസ്ത്രം ഗ്രഹിക്കാൻ വേണ്ടി, അവര് വലിയ മഹാഗുരുക്കന്മാരൊക്കെയാണ്, എങ്കിലും ചില പ്രധാന സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഗുരുവിനെ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ ഹിമാലയത്തിലേക്ക് അവർ പോകുന്നു. അവസാനം പിപ്പൽകോട്ട് എന്ന് പറയുന്നത്, ഇന്നിപ്പോ നമ്മൾ ശാസ്ത്രം യാത്രക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലമാണ് പിപ്പൽകോട്ട്. അപ്പൊ അവിടെയാണ് പിപ്പലാദ മഹർഷി താമസിക്കുന്നത്. പിപ്പലാദ മഹർഷിയുടെ അവർ എത്തിച്ചേർന്നു. അപ്പൊ അവരെത്തിച്ചേർന്ന സമയത്ത് ഈ 6 ശിഷ്യന്മാരെയും സ്വീകരിച്ചു. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇതിന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ വന്നതാണ്. അപ്പൊ സംശയം തീർക്കാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംശയം തീർത്ത് കൊടുക്കില്ല. കാരണം ഈ വന്ന ശിഷ്യന്മാര് യോഗ്യന്മാരാണോ എന്ന് അറിയണം. സൽപാത്രങ്ങളിൽ ഉപദേശം കൊടുക്കുള്ളൂ, പണ്ട് എല്ലാവർക്കും കൊടുക്കാറില്ല. അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മളതൊക്കെ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലല്ലേ. കിട്ടിയ അറിവിനെ ദുരുപയോഗം ചെയ്യുന്ന പല ആൾക്കാരെയും കാണുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ അത് സൽപാത്രങ്ങളിൽ ഉപദേശിക്കുകയുള്ളൂ. എന്തായാലും പിന്നെ ഗുരുവിന്റെ അടുക്കിലേക്ക് പോകുമ്പോഴും വെറും കൈയായിട്ടൊന്നും പോകാൻ പാടില്ല. നമ്മൾ ചില ആൾക്കാരെയൊക്കെ കാണാൻ പോകുമ്പോൾ വെറും കൈയായിട്ട് പോകാൻ പാടില്ല. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയായിട്ട് പോകാൻ പാടില്ലെന്ന് പറയും അല്ലേ. 2 പൂക്കളെങ്കിലും കൊണ്ടുപോകണം. പ്രായമായ ആൾക്കാരെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ലെന്ന് പറയും. കുട്ടികളൊക്കെ വീട്ടിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ലെന്ന് പറയും. അതുപോലെ ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോഴും അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ അവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ആയിരിക്കണം. സമിത്പാണിപാദം എന്നൊക്കെയാ പറയണത്. അതായത് അന്നത്തെ ഗുരുകുലത്തിൽ ആവശ്യമായ കാര്യങ്ങള് എന്തൊക്കെയാണ്? അവിടേക്ക് എന്നും അഗ്നിഹോത്രമൊക്കെ ചെയ്യും. അപ്പൊ അതിനുള്ള ചമതകള്, അതുപോലെ അവർക്ക് ടൂത്ത് ബ്രഷിനൊക്കെ അത് ഉപയോഗിക്കുന്നത് വേപ്പിന്റെ കമ്പൊക്കെയാണ്. അപ്പൊ അതൊക്കെയാണ് കെട്ടാക്കിയിട്ട് കാണാൻ പോകുന്ന ആൾക്കാർ കാഴ്ചദ്രവ്യങ്ങളായിട്ട് അവർക്ക് ഉപകാരപ്പെടും ഗുരുകുലത്തില്. അങ്ങനെ പോയി ആ കാഴ്ചദ്രവ്യമൊക്കെ സമർപ്പിച്ച് ഗുരുവിനെ നമസ്കരിച്ചാണ് തങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വന്നതാണ് ചോദ്യങ്ങളൊക്കെ. എപ്പോഴാണ് പറയുന്നത്? അതിന് സംശയമൊക്കെ തീർത്തരാം. പക്ഷെ 1 വർഷം ഇവിടെ താമസിക്കണം. ഈ ആശ്രമത്തിൽ താമസിച്ച് നിങ്ങൾ യോഗ്യരാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഞാൻ അനുവദിക്കും. അപ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ആ സമയത്ത് പറയും. അല്ലെങ്കിലോ ഇപ്പൊ അങ്ങനെ ഒരു ക്ഷമ 1 വർഷം അവിടെ താമസിച്ചിട്ട് അറിയില്ലെങ്കിൽ വെറുതെ താമസിച്ചത് വെറുതെ ആവും അല്ലേ. അങ്ങനെ ഒരു സംശയം തോന്നി ഇപ്പൊ തന്നെ അവർക്ക് പോവാം. അങ്ങനെ ക്ഷമയില്ലാത്തവർക്ക് കൊടുക്കരുത്. ഞാൻ എന്തായാലും അവരങ്ങനെ താമസിക്കുന്ന ഗുരുകുലത്തിൽ 1 വർഷം കഴിഞ്ഞ് അവരവരുടെ സംശയങ്ങളൊക്കെ തീർക്കുന്നു. എല്ലാ സംശയങ്ങളും തീർക്കുന്നുണ്ട്. ഭൗതികവും ആധ്യാത്മികവും പല ചോദ്യങ്ങൾക്കും പരിശോധിക്കുന്നതിനെല്ലാം മറുപടി പറയുന്നു. അതിൽ ഗംഭീരമായ ഒരു ഗുരുശിഷ്യ സംവാദമാണ് പ്രശ്നോപനിഷത്തിലെ. പ്രശ്നം തന്നെയാണ്, ചോദ്യജോലികളാണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശിഷ്യ സംവാദത്തിലൂടെ പറയുന്നത്. അങ്ങനെ എല്ലാം തൃപ്തനായി കഴിഞ്ഞ് അവസാനം ഗുരുനാഥൻ തന്നെ പറയുന്നുണ്ട്, ഇതിനുപരിയായിട്ട് എനിക്കൊന്നും പറയാനില്ലെന്ന്. കാരണം പറയാനുള്ളത് മുഴുവൻ അതിന്റെ പൂർണ്ണതയിൽ പറഞ്ഞു കഴിഞ്ഞു. അവസാനം സംപ്രീതരായ ശിഷ്യന്മാർ ഗുരുവിന്റെ പാദം പൂജ ചെയ്യുന്നുണ്ട്. ആ ഗുരുവിനെ പൂജിക്കുന്ന സമയത്ത് അവര് ഗുരുവിനെ പൂജിക്കുമ്പോൾ നമ്മുടെ ഗുരുവിനെ മന്ത്രമൊക്കെ ചൊല്ലി അദ്ദേഹത്തിന്റെ പൂജയൊക്കെ ചെയ്യൂല്ലേ. പക്ഷേ അവിടെ പൂജ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പിപ്പലാദായ നമഃ. കോഴിക്കോട് തൊണ്ടയാട് ചിന്മയ വിദ്യാലയത്തിൽ ഗുരുപൂർണിമ ആഘോഷം നടക്കുകയാണ്. ജിതാത്മാനന്ദ സ്വാമി ഗുരുപൂർണിമ സന്ദേശം നൽകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.